പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനം. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ യൂട്യൂബ് ചാനലിലൂടെ എന്നെ ശ്രമിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു തിരുവെഴുത്ത് ദൈവസന്നിധിയിൽ വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 18-ാമത്തെ വേദഭാഗം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടം സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനമാണ് നമ്മൾ വായിച്ചത്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ്ലീഹ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൽ വ്യക്തമായി വിളിച്ചു പറയുന്നു, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടം സാരമില്ല. എന്താ പൗലോസ് ഇങ്ങനെ പറയാൻ കാരണമായി തീർന്നത്? പൗലോസ് വളരെയധികം കഷ്ടത അനുഭവിച്ച ഒരു അഭിഷിക്തനായി. 2 കൊരിന്ത്യർ ലേഖനം നാം പഠിക്കുമ്പോൾ 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 23 മുതലുള്ള വേദഭാഗം നാം പഠിക്കുമ്പോൾ പൗലോസ് വ്യക്തമായി പറയുകയാണ്, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരോ ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദരാൽ ഞാൻ ഒന്ന് കുറേ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറുകൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു, നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാകം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെക്കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കും ഉണ്ട്. ആർ ബലഹീനനായിട്ടും ഞാൻ ബലഹീനനാകാതെ ഇരിക്കുന്നു, ആർ ഇടറിപ്പോയിട്ടും ഞാൻ അഴലാതിരിക്കുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ്ലീഹ ആ ലേഖനത്തിലൂടെ, കൊരിന്ത്യർ ലേഖനത്തിലൂടെ നമ്മോട് കൈമാറുന്നത് തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിരിക്കുന്ന, തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടതയെപ്പറ്റി പറയാം. എന്തിനാണ് കർത്താവിൻ്റെ നാമനിമിത്തം ഇത്രയധികം കഷ്ടത തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടയായത്? എന്തുകൊണ്ടാണ്? താൻ വ്യക്തമായി പറയുകയാണ്, ഈ കഷ്ടതയൊക്കെ ഞാൻ അനുഭവിക്കുന്നതിന് പിന്നിലെ കാരണം എന്നിൽ വെളിപ്പെടുവാനുള്ളൊരു തേജസ് ഉണ്ട്. ആ എന്നിൽ വെളിപ്പെടുവാനുള്ളൊരു തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ, ഈ കാലത്തിലെ കഷ്ടം സാരമില്ല. അതേ പ്രിയപ്പെട്ടവരെ, കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും പ്രതിസന്ധിയുടെ നടുവിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയമാണെന്നും, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ, അത് കഷ്ടത ജീവിതത്തിൽ അനുഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അതൊരു പ്രയാസമാണെന്നും, അത് നമുക്കൊരു അപമാനമാണെന്നൊക്കെ ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം. ഇല്ല കേട്ടോ, കഷ്ടതയും ആ കഷ്ടതയുടെ നടുവിൽ ഒരുപക്ഷെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടത, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, കർത്താവ് നിമിത്തം അനുഭവിക്കുന്ന പലവിധമായ പ്രതിസന്ധികൾ, ഇതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട. കാരണം എന്താ? ദൈവത്തിൻ്റെ വചനം പറയുക, പൗലോസ് പറയുക, നിത്യ തേജസ്സിൻ്റെ വെളിച്ചത്തിൽ തൻ്റെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് കണക്കാക്കുവാൻ തനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. നിത്യ തേജസ്സിൻ്റെ വെളിച്ചത്താൽ, നിത്യ തേജസ്സിൻ്റെ വെളിച്ചത്താൽ തൻ്റെ കഷ്ടങ്ങൾ അത് സാരമില്ലെന്ന് കണക്കാക്കുവാൻ തനിക്ക് കഴിഞ്ഞു. തൻ്റെ മേൽ വെളിപ്പെടാൻ പോകുന്ന ഒരു നിത്യ തേജസ്, ആ നിത്യ തേജസ് ഓർത്താൽ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല. ഈ ലോകത്തിൽ കർത്താവിനെ അറിഞ്ഞത് നിമിത്തം, ദൈവത്തെ കണ്ടത് നിമിത്തം കുടുംബങ്ങളിലും ശുശ്രൂഷാ മണ്ഡലങ്ങളിലും പല മേഖലകളിലും കഷ്ടത അനുഭവിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളോട് ഞാൻ ദൈവത്തിൻ്റെ ആത്മനിയോഗത്തോടെ കൈമാറി പറയാം, ഈ കഷ്ടതയോർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട. നമ്മിൽ
വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. പ്രാണഭയത്തിൽ വരെ ആകുന്ന ഒരു തലം പൗലോസിന്റെ ജീവിതത്തിലുണ്ടായി. കൊരിന്ത്യർ ലേഖനം അത് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം വായിക്കുന്ന ഏതൊരു പഠിതാവിനും പൗലോസ് അനുഭവിച്ച കഷ്ടതയെ, പ്രാണഭയത്തിലായ കഷ്ടതയെ കാണാൻ കഴിയുന്നുണ്ട്. യൂട്യൂബിൽ ഒരിക്കൽ ഞാൻ ഈ ഒരു സബ്ജക്റ്റ് പ്രസംഗിച്ചിട്ടതാണ്. ആസിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുന്ന തരത്തിൽ തൻ പ്രാണഭയത്തിലായി. പക്ഷെ തന്നെ സൂക്ഷിക്കാൻ, തന്നെ കരുതുവാൻ ദൈവം തൻ്റെ കൂടെയുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, കഷ്ടതയുടെ നടുവിലും പ്രയാസത്തിൻ്റെ നടുവിലും ഭാരപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ദൈവാത്മാ നിയോഗത്തോടെ പറയാം, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല. കർത്താവിൻ്റെ നാമനിമിത്തം വീട്ടിനകത്തും നാട്ടിലും അതുപോലെ പല മേഖലകളിലും കഷ്ടത സഹിക്കുന്നുണ്ടോ, കഷ്ടത അനുഭവിക്കുന്നുണ്ടോ, ഭാരപ്പെടേണ്ട. നമ്മിൽ വെളിപ്പെടുവാൻ ഒരു തേജസ്. അതേ, കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും മധ്യാകാശത്തിൽ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം രൂപാന്തരപ്പെടും. അതേ, നമ്മൾ രൂപാന്തരപ്പെടും. നമ്മളിൽ തേജസ് വരും, നമ്മൾ ദൈവത്തിൻ്റെ തേജസ് വരും. അതുകൊണ്ട് ഈ ലോകത്തിലെ കഷ്ടം സാധിക്കില്ല എന്നുള്ളതാണ്. കർത്താവ് കൃപ നൽകട്ടെ. പരിശുദ്ധ പിതാവേ, കഷ്ടതയുടെയും പ്രയാസത്തിനും നൽകി ഭാരത്തോടായിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവമഹത്വം കുടുംബങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. കഷ്ടതയുടെ നടുവിലും പ്രയാസത്തിന്റെ നടുവിലും ദൈവം അവരെ സംരക്ഷിക്കണം, കരുതുമാറാകണം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണം. അതേ, നമ്മിൽ വെളിപ്പെടുവാൻ തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല. ആമേൻ.